ഇതിനകത്ത് പഴപ്പൊരിയുടെ അംശമുണ്ട്. എന്തിനും വൃത്തിയോടെ ഇയാൾ കാണിക്കുന്നത്. ഇത് എന്ത് പ്രോഡക്റ്റാണ് നിങ്ങൾ ഇത് മേടിക്കുന്നത്? എന്റെ റിഫൈൻഡ് പാം ഓയിൽ വാങ്ങിച്ചിട്ട് ആ കവർ അതിനകത്ത് കൂടി ഇട്ട് പൊരിപ്പ് വേണം ഉണ്ടാക്കും അല്ലേ? എല്ലാവർക്കും നമസ്കാരം. കൊല്ലത്ത് കൊലപാതക ശ്രമം അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിൽക്കുന്ന എണ്ണ പലഹാരങ്ങളിൽ പ്ലാസ്റ്റിക് മിക്സ് ചെയ്ത് കൊലപാതക ശ്രമം. ഈ പരമാറി കഴിവേറി മോനെ പിടിച്ചകത്തിട്ട മാത്രം പോരാ, ഒരുപാട് ജനങ്ങളെ കൊല്ലാൻ ശ്രമിച്ച ഒരു കുറ്റം കൂടി ഇവന്റെ തലയിൽ ചേർത്തിട്ട് ഇവനെ പിടിച്ചകത്തിടുക. നൗഷാദ് എന്നെങ്ങാണ്ടാണ് അവന്റെ പേരെന്ന് തോന്നുന്നു. കമന്റ് ബോക്സ് ചെക്ക് ചെയ്ത സമയത്താണ് ഈ നാറിയുടെ പേര് നൗഷാദ് ആണെന്ന് തോന്നുന്നത്. നൗഷാദ് ആണെന്നാണ് കമന്റ് ബോക്സിൽ കാണാനും സാധിക്കുന്നത്. ഇവന്റെ കടയിൽ ഒരു മനുഷ്യനും കയറില്ല. എന്തായാലും കട പൂട്ടിയിട്ടുണ്ട്. പക്ഷെ ഈ പറപ്പുണ്ടാമോയ് കാണിച്ചു വച്ചിട്ടുള്ളത് അമ്മാതിരി ചെറ്റത്തനമാണ്. സത്യം പറയല്ലോ, കുട്ടികളെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എന്റെ ഈ വീഡിയോ കാണരുത്. പ്രത്യേകിച്ച് എന്റെ വായിൽ എന്തെങ്കിലുമൊക്കെ വരും. ഒരാളെ കൊല്ലാൻ ശ്രമിച്ചത് പോലുമല്ല. ഒരാളെ കൊല്ലാൻ ശ്രമിച്ചാലും തെറ്റാണ്. ഇവൻ ആ കൊല്ലം ജില്ലയിലുള്ള മൊത്തം ആൾക്കാരെയും കൊല്ലാൻ ശ്രമിച്ച, ക്യാൻസർ എന്ന മാരക രോഗം അടങ്ങുന്ന രോഗങ്ങൾ വരുത്തി കൊല്ലാൻ ശ്രമിച്ച ഒരു പറക്കഴിവേറി മോനാണ് ഈ നൗഷാദ് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും വീഡിയോ കണ്ടു നോക്കാം. മനുഷ്യർ കഴിക്കുന്ന ഭക്ഷണത്തിൽ വിഷം കലർത്തുന്ന പ്രവൃത്തി എന്ന് പറയേണ്ടി വരും. കാര്യം കൊല്ലം നഗരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഈ എണ്ണപ്പലഹാരങ്ങൾ തയ്യാറാക്കി വിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ ക്രമക്കേട് കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ കോർപ്പറേഷന്റെ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരെത്തി ആ സ്ഥാപനം പൂട്ടിയിട്ടുണ്ട്. എന്താ നമ്മളിവിടെ കണ്ടെത്തിയത്? ഉഴുന്നുവട, പരിപ്പുവട, ബോണ്ട, മറ്റത് മറിച്ചത്, വഴകപ്പം, ബജ്ജി, മുളക് ബജ്ജി, അഴക ബജ്ജി, മറ്റേ ബജ്ജി എന്നൊക്കെ പറഞ്ഞിട്ട് എണ്ണപ്പലഹാരം നിരത്തി വിൽക്കുന്ന ഒരു ഷോപ്പ്. അത് മാത്രമേ അവിടെ ഉള്ളൂ. എന്നാൽ എണ്ണയ്ക്ക് പകരം ഉപയോഗിക്കുന്നത് പ്ലാസ്റ്റിക്കാണ്. നല്ല മൊഴുത്തായിട്ട്, നല്ല തിളപ്പായിട്ട്, നല്ല അട്ടിപ്പൊള്ളി വെണ്ടക്ക വെഴുക്ക് വിരട്ടിയതുപോലെ ഇരിക്കും. പക്ഷെ അതിന്റെ അകത്ത് യൂസ് ചെയ്യുന്ന സാധനം എണ്ണയെ കൂടി പ്ലാസ്റ്റിക്കാണ്. എണ്ണ വരുന്ന കവർ തന്നെ കളയാതെ ഇവർ അതിൽ കൂടി മിക്സ് ചെയ്യും. എടാ തമ്മാര പുണ്മാ മോനെ, നീ നിന്റെ അമ്മയ്ക്കും പെങ്ങൾക്കും ഈ സാധനം തന്നെയാണോ കൊണ്ടു കൊടുക്കുന്നത്? ഈ വടയും ഈ കീരവിത്തും തന്നെയാണോ കൊണ്ടു കൊടുക്കുന്നത്? ഇല്ലല്ല. എടാ നിനക്ക് നാട്ടിലുള്ള ജനങ്ങളെ കൊന്നുകൊണ്ട് നീ പൈസ ഉണ്ടാക്കി ഇത്രയും വലിയൊരു തട്ടിപ്പും ഇത്രയും വലിയൊരു ഉഡായിപ്പും ഇത്രയും വലിയൊരു കൊലപാതക ശ്രമവും നടത്തി നിന്നെ തൂക്കിക്കൊല്ലണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഉള്ള കാര്യം ഞാൻ പറയാം. അമ്മാതിരി നാറിയ പരിപാടിയാണ് നീ ചെയ്തിട്ടുള്ളത്. ഇങ്ങനത്തെ കടകളെ വിശ്വസിച്ച് നമ്മളെ പോലുള്ള സാധാരണക്കാർ പോയിട്ട് ഓരോന്ന് വാങ്ങിക്കഴിക്കും. നമ്മുടെ ജീവന് പോലും ഗ്യാരണ്ടി ഇല്ലാത്ത അവസ്ഥയാണ്. സത്യം, നിന്നെ പോലുള്ള കഴിവേറികൾ കാരണം ജെന്യുവിനായിട്ട് നല്ലോണം കുക്ക് ചെയ്ത് സാധനങ്ങൾ വിൽക്കുന്ന കടകൾക്ക് കൂടി നാണക്കേടും അപമാനവും ആൾക്കാർ അങ്ങോട്ട് കയറാൻ കൂടി മടിക്കും. ഉള്ള കാര്യം പറയാമല്ലോ. സത്യം, സീരിയസ്ലി സത്യം പറഞ്ഞാൽ ഹെൽത്ത് സെക്ഷൻ എല്ലാ കടകളും കയറി അന്വേഷിച്ച് നേരെങ്കി ഒരുത്തനെയും വിടാതെ എല്ലാവരെയും പൂട്ടിക്കെട്ടണം. ഇതുപോലെ തന്തയില്ലാത്ത പരിപാടി ചെയ്യുന്നവന്മാരെ. ഇവന്റെയൊക്കെ അമ്മയ്ക്കും പെങ്ങൾക്കും കൊച്ചിനും ഒക്കെ കൊണ്ട് കൊടുക്കുക. എടാ നിന്റെയൊക്കെ വീട്ടിൽ നിന്റെയൊക്കെ ഭാര്യയ്ക്കും മക്കൾക്ക് ഇതേ പ്ലാസ്റ്റിക് ഉരുക്കിയ സാധനം അണ്ണാക്കി കൊണ്ട് ചൊരുക്കി കൊടുക്കാൻ നിന്നെയൊക്കെ കൊണ്ട് സാധിക്കൂടാ? പറ്റൂടാ? എത്ര വീട്ടിലെ എത്ര കുഞ്ഞു മക്കളും വലിയവരും എല്ലാവരും ഒക്കെ കഴിക്കുന്നതാടാ നിന്റെയൊക്കെ കടകളിലെന്നുള്ള ടേസ്റ്റും കാര്യമൊക്കെ വിശ്വസിച്ചായിരിക്കും മേ ബി വാങ്ങിക്കൊണ്ടുപോയി തിന്നുന്നത്. പക്ഷെ നീയൊക്കെ അവരെ ചതിക്കുകയല്ലടാ ചെയ്യുന്ന തന്തയില്ലാത്തവന്മാരെ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അത്രയ്ക്ക് ദേഷ്യം വരുന്നുണ്ടാ. ഇതൊക്കെ അതിലെ ലാംഗ്വേജ് കുറച്ച് മാന്യമായിട്ട് യൂസ് ചെയ്യുക. ഇത് എനിക്ക് പറ്റത്തില്ല. ഞാൻ ഇങ്ങനെ സംസാരിക്കത്തുള്ളൂ. എനിക്ക് പറ്റുന്നില്ല. ഇതുപോലത്തെ നാറികളെ 10 പറഞ്ഞില്ലെങ്കിൽ പിന്നെ എനിക്ക് മനസ്സമാധാനം വേണ്ടേ? പ്ലാസ്റ്റിക് ഉരുക്കി ഉഴുന്നുവട, പഴംപൊരി പോലുള്ള സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ചേർക്കുന്നു. ഈ തിളച്ച എണ്ണയിലേക്ക് ഇത് ഉരുക്കി ചേർക്കുന്നു. അപ്പോൾ ഉരുക്കി ചേർത്ത ഭാഗവും ഇതിൻ്റെ എല്ലാം കൂടെ ഞങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ സാധനങ്ങൾ മുഴുവൻ പിടിച്ചെടുത്തു. ഇപ്പോൾ കട ക്ലോസ് ചെയ്യാൻ അനധികൃതമായിട്ടാണ് കട പ്രവർത്തിച്ചു വരുന്നത്. ലൈസൻസ് പോലും എടുത്തിട്ടില്ല, ഹെൽത്ത് കാർഡില്ല, വാട്ടർ സാമ്പിളൊന്നും വാട്ടർ സാമ്പിളിൻ്റെ റിപ്പോർട്ടുണ്ട്. പക്ഷേ ആ റിപ്പോർട്ടും വിശ്വസനീയമല്ല. കാരണം ഇത് ഇത്രയും ഗുരുതരമായിട്ടുള്ളൊരു വീഴ്ച ഇവിടെ സംഭവിച്ച സ്ഥിതിക്ക് വീഴ്ചയെന്ന് പറയാൻ പറ്റത്തില്ല, ബോധപൂർവ്വം നടത്തിയ ശ്രമമെന്നേ പറയാൻ പറ്റൂ. കാരണം അല്ലെങ്കിൽ ലാഭത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഈ നടത്തിയത്. നമ്മളൊക്കെ എന്തെങ്കിലും ഹെൽത്ത് നന്നായിരിക്കട്ടെ എന്ന് പറഞ്ഞ് കഴിക്കുകയോ എന്തെങ്കിലുമൊക്കെ കെയർ ചെയ്ത് പോയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇതുപോലെ മായം ചേർത്ത ഫുഡുകളും ഇതുപോലത്തെ മായം ചേർത്ത സാധനങ്ങളൊക്കെ തന്ന് അതൊക്കെയല്ലേ തിന്നുന്നത്. ഒരു കടയെ വിശ്വസിച്ച് വാങ്ങാൻ പറ്റാത്ത അവസ്ഥയല്ല. ഇനിയിപ്പോ കടകളിൽ കയറി സാധനം വാങ്ങുമ്പോൾ ആദ്യം ഉണ്ടാക്കുന്നത് കണ്ടിട്ട് വരേണ്ടി വരും. അവിടെ എണ്ണ എന്താണ്, അവിടെ പ്ലാസ്റ്റിക് മിക്സ് ചെയ്യുന്നുണ്ടോ, ഇതെല്ലാം നോക്കിയിട്ട് ഒന്ന് തിന്നേണ്ട അവസ്ഥയിലോട്ട് പോവുകയാണ്. സത്യം പറയാലോ, എടാ തന്ത ഇല്ലാത്തവനെ, നിനക്ക് നാണമില്ലടാ. നിന്റെ അമ്മയ്ക്കും വീട്ടിലുള്ളവർക്കും ഇത് തന്നെയാണ് നീ കൊടുത്തോണ്ടിരുന്നത്. എനിക്ക് അത്രയ്ക്ക് കുരുപൊട്ടി ഇരിക്കുകയാണ്. ഇതുപോലത്തെ നാറിയ പരിപാടികൾ കാണിക്കുന്നവന്മാരെ കണ്ടാല് കാല വാരി അടിക്കാൻ തോന്നും. വിഷം കഴിക്കുന്ന ഭക്ഷണത്തിൽ വിഷം കലക്കുക എന്ന് പറയേണ്ടി വരും. അത് ലോകത്ത് മനുഷ്യര് മാത്രമേ ഉള്ളൂ കഴിക്കുന്ന ഭക്ഷണത്തിൽ വിഷം ചേർത്ത് ചെയ്യുന്നത്. അത് ഇവിടെ നേരിട്ട് കണ്ടു സംഭവമാണ്. കട പൂട്ടി, ക്ലോസ് ചെയ്തു. ഇനി നടപടിയായിട്ട് മുമ്പോട്ട് പോകും. പ്രോസിക്യൂഷൻ അടക്കമുള്ള നടപടി നേരിടേണ്ടി വരും. അനധികൃതമായിട്ട് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചതിന് വേറെ നടപടിയും പിഴ എടുക്കുന്നതിനുള്ള ശിക്ഷാ നടപടികളും പ്രോസിക്യൂഷൻ അടക്കമുള്ള നടപടികളും. ക്യാൻസർ അടക്കമുള്ള ക്യാൻസർ അടക്കമല്ല, ക്യാൻസർ ഉണ്ടാവും. ക്യാൻസർ അടക്കമൊന്നുമല്ല എന്റെ പൊന്നെണ്ണ, ക്യാൻസർ
കൺഫേമാ. ഈ പ്ലാസ്റ്റിക് ഉരുക്കി അണ്ണാക്കി കൂടി ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ക്യാൻസർ. ഫൈനും കാര്യങ്ങളും മാത്രം കൊടുത്തു വിട്ടാൽ പോരാ, കൊടുക്കുന്ന ഫൈൻ ഒരു 10 കോടി രൂപയെങ്കിലും കൊടുക്കണം. എന്നിട്ട് ഇത്രയും ജനങ്ങളെ കൊല്ലാൻ ശ്രമിച്ചതിന്, കൊലപാതക ശ്രമത്തിന് കേസെടുത്ത് അകത്താക്കി തൂക്കി തീർക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. മാതിരി തന്തയിനകത്ത പരിപാടിയാണ് അവൻ കാണിച്ചിട്ടുള്ളത്. അവനൊക്കെ എന്ത് ചെയ്താൽ ചെലവാകും? നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ. അവൻ കൊലപാതക ശ്രമമല്ല നടത്തിയിട്ടുള്ളത്. ഒന്ന് ആലോചിക്കുക, എത്ര ആൾക്കാർക്കാണ് ഇങ്ങനെ പ്ലാസ്റ്റിക് മിക്സ് ചെയ്ത സാധനവും തിന്നാൻ കൊടുത്തിട്ടുള്ള, കണക്കിൽ പോലും പെടാത്ത പലരും, പല ആൾക്കാരും, പല സ്ഥലത്തുനിന്ന് പല വഴിയെ പോയവരും. ഞാനും ഇനി കൊല്ലത്ത് പോയി അവിടെ തിന്നിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. ആ രീതിയിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. സീരിയസ്ലി പറയാം, ഇത്തരം നാറുകളെ തക്കതായ രീതിയിൽ ശിക്ഷ കൊടുത്തില്ലെങ്കിൽ ഇനിയും ഒരുപാട് ഇതുപോലത്തെ കടകൾ മുന്നോട്ട് വരും. പ്ലാസ്റ്റിക് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് നിന്റെ അമ്മയ്ക്ക് കൊണ്ടുപോകാം. കാരണം നമുക്ക് ഭക്ഷണത്തിനകത്ത് എണ്ണയ്ക്കകത്ത് പ്ലാസ്റ്റിക് ഉരുക്കി ചേർക്കാന്ന് പറഞ്ഞാൽ ഞെട്ടിപ്പിക്കുന്ന കാര്യമല്ല. ഇത് ഒന്നും അറിഞ്ഞുകൂടാത്ത കുഞ്ഞുങ്ങൾ വരെ കഴിക്കുന്നതാണ്. മാത്രമല്ല ഇവിടുന്ന് അറിയാൻ കഴിഞ്ഞത് റെയിൽവേ സ്റ്റേഷനിലേക്കൊക്കെ പോകുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. നാട്ടുകാരാണോ പാചകക്കാർ, അത് പുറത്തുനിന്നുള്ള ആൾക്കാരായിരുന്നു? ഇത് അന്യസംസ്ഥാന തൊഴിലാളികൾ, അവർക്ക് ഹെൽത്ത് കാർഡ് പോലും ഇല്ലായിരുന്നു. അപ്പോൾ അതും ഇപ്പം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് അവരുടെ ആധാർ കാർഡും മാറ്റി നിയമ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ രേഖകളും പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ മറ്റുള്ള കടകളിലേക്ക് നമ്മൾ പരിശോധന വ്യാപിപ്പിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും വ്യാപിപ്പിക്കണമല്ലോ ഈ സാഹചര്യത്തിൽ. അന്യ സംസ്ഥാന തൊഴിലാളികളെ വെച്ചിട്ടാണ് ഈ പണിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കേസും കാര്യങ്ങളായിട്ട് കോടതി എത്തുമ്പോൾ അയ്യോ ഞാൻ അറിഞ്ഞില്ല മുതലാളി പറയും. അവന്മാരെന്തിനോ വേണ്ടി ചെയ്തു. പിന്നെ തേങ്ങയാണ്, അവന്മാർ ഒരു തേങ്ങയല്ല, നിങ്ങളൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് അവന്മാർ ചെയ്യുന്നത്. അല്ലാതെ അവന്മാർക്ക് നിങ്ങളെ വളർത്താൻ വേണ്ടിയിട്ട് മറ്റേ ഒന്നുമില്ല. നിങ്ങൾ പറയുന്നു, അവന്മാർ ചെയ്യുന്നു. അതാണ് അതിന്റെ സത്യം. അല്ലാതെ ഇനി എല്ലാം കൂടി കൊണ്ട് അന്യ സംസ്ഥാന തൊഴിലാളിയുടെ തലയിൽ ഇടേണ്ട കാര്യമില്ല. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അവന്മാർ. പിന്നെ അവന്മാർക്ക് നല്ല ഇടിയുടെ കുറവുണ്ട്. നാറിയ പരിപാടിയല്ലേ കാണിച്ചിട്ടുള്ള. വല്ലവനും പറയുന്നത് കേട്ടുകൊണ്ട് ഇതുപോലത്തെ തന്തയില്ലാത്ത പരിപാടികൾ കാണിച്ചു വയ്ക്കാൻ പാടുണ്ടോ? ഇനി ഇതിന് താഴെ വന്നിട്ടുള്ള കുറച്ച് കമന്റ്സ് ഒന്ന് വായിക്കാം. നാട്ടിൻ പ്രദേശത്ത് റോഡരികിൽ ഇതുപോലെ ചെറിയ പെട്ടിക്കടകളുണ്ട്. അന്യസംസ്ഥാന തൊഴിലാളികൾ നടത്തുന്നതും മലയാളികൾ വരെ ഇതുപോലെ കച്ചവടം നടത്തുന്നുണ്ട്. ഇത് എല്ലാം അധികൃതർ ഉടൻ പരിശോധന നടത്തണം. സീരിയസ്ലി എല്ലാം പരിശോധന നടത്തണം. ഒരു അരുവേന്ന് മൊത്തം ഒരു കട പോലും വിടാതെ പരിശോധന നടത്തണം. അത് വെട്ടിക്കടയായിക്കോട്ടെ, ഏത് കടയായിക്കോട്ടെ. ഞാനൊരു കൊല്ലംകാരനാണ്, റിപ്പോർട്ടറെ. ആ കടയുടെ പേര് കൂടി പറയണോ? എങ്കിൽ ഇനി അവിടെയൊക്കെ വക സാധനം മേടിക്കാതിരിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വാർത്തകൾ കൊണ്ട് നാട്ടുകാർക്ക് എന്ത് പ്രയോജനം? സീരിയസ്ലി ഉള്ള കാര്യമാണ്. സത്യം പറഞ്ഞാൽ ഈ കട പറയണം, കടയുടെ ഉടമയുടെ പേര് പറയണം, അവന്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ അതെടുത്ത് കാണിക്കണം. ഒന്നും വിടരുത്. അല്ലാണ്ട് ഇങ്ങനെ കൊല്ലത്തൊന്ന് പിടിച്ചെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. വല്ലപ്പോഴും ഒന്ന് പരിശോധന നടത്തണം. ശമ്പളം കിട്ടുന്നുണ്ടല്ലോ, ജോലി ചെയ്യണം. ഇതുപോലെ വല്ലപ്പോഴും അല്ല, മിക്കവാറും പരിശോധനയൊക്കെ നടത്തണം. ആ കടയുടമയുടെ പേര് പറയാതെ മാതൃഭൂമിക്ക് എന്ത് കരുതലാണ്? കടയുടമയുടെ പേര് പറയണം. എന്തിനാണ് പേടിക്കുന്നത്? കടയുടമ നൌഷാദ്. ഇതാണ് ഞാൻ കണ്ട കമന്റ്. എത്രത്തോളം മനക്കെട്ടിയാണ് ഈ വർഗത്തിന്? പച്ചവെള്ളം പോലും വാങ്ങി കുടിക്കരുത്, ജാഗ്രതയായി. വൈകിട്ട് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ കൂടി കൊണ്ടുപോകുന്നത് ഇതുപോലുള്ള മാരകമായ ഭക്ഷണങ്ങളാണ് ഇന്നത്തെ കേരള ജനത. വൃത്തിയുടെ കാര്യത്തിൽ ഓട്ടവുമില്ല. ഒരു ഇറച്ചി വെട്ടുന്ന കടയുടെ തൊട്ടപ്പുറത്ത് 1000 കടിയും കൊടുക്കുന്ന കട. അതിലും രസം വൈകിട്ട് ചായക്കടക്കാർ അവരുടെ സാധനങ്ങൾ സൂക്ഷിക്കുന്ന ഈ ഇറച്ചി വെട്ട് കടയിലാണ്. മലയാളികൾക്ക് കിട്ടേണ്ടത് തന്നെ. എണ്ണക്കടി വിൽക്കുന്ന തട്ടുകടയുടെ മുന്നിൽ ക്യൂ നിൽക്കുന്ന 100 കണക്കിന് മലയാളികളെ കണ്ടിട്ട് എനിക്ക് ചിരി വരാറുണ്ട്. ഇനി ഇവന്റെ പേരിൽ ഒരു കേസ്, ഇവൻ അപ്പുറത്ത് പോയി വേറെ ഒരു കട തുടങ്ങും. അത്ര തന്നെ. നമ്മുടെ നിയമം അത്രയൊക്കെ ഉള്ളു. സത്യം ഇതാണ് ഇവിടെ നടക്കുന്നത്. ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഈ കട ഉടമയുടെ ഫോട്ടോ സഹിതം, അവന്റെ അഡ്രസ് സഹിതം അങ്ങ് കാണിക്കണം. ഇതിൽ ആരെങ്കിലുമൊക്കെ കയറി പെരുമാറി അത്രയും നല്ലതെന്നങ്ങ് കൂട്ടിക്കണം. അല്ലാതെ ഇങ്ങനെ കൊല്ലത്തൊരു കടയിലുണ്ടായിരുന്നു, കടയുടെ പേര് പോലും പറയുന്നില്ലല്ലോ. എന്തിനാണ് പേരൊക്കെ മറച്ചു പിടിക്കുന്നത്? പേര് ഉൾപ്പെടെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ആഴ്ച കീച്ചു കൊടുക്കണം. നൗഷാദ് എങ്ങാണ്ടാണ് അവന്റെ പേര്. എന്നാലും കൊള്ളാടാ നാറി. നിന്റെ അമ്മയ്ക്കും നിന്റെ ഭാര്യയ്ക്കും നിന്റെ മക്കൾക്ക് അടക്കം ഇതിനെ കൊടുക്കണോടാ. എടാ നിനക്കൊക്കെ നാണമില്ലടാ. പണത്തിന് വേണ്ടിയിട്ട് നീ ഈ പ്ലാസ്റ്റിക് ഉരുക്കിയിട്ട് നിനക്ക് എന്ത് തീരവത്താടാ? അല്ലാതെ തന്നെ ഈ എണ്ണ പലഹാരങ്ങളും കാര്യങ്ങളും വിറ്റ് കഴിഞ്ഞാൽ നല്ല വരുമാനമാണ് കിട്ടുന്നത്. പിന്നെ അതിന്റെ ഇടയിൽ നിന്റെ അമ്മയെ കെട്ടിക്കാനാടാ നീ ഈ പ്ലാസ്റ്റിക് ഉരുക്കി ഒഴിച്ചത്? എനിക്ക് അതാണ് ചോദിക്കാനുള്ളത്. സത്യം ലാംഗ്വേജ് ഒന്നും എനിക്ക് ഇങ്ങനത്തെ സാഹചര്യത്തിൽ കീപ്പ് ചെയ്യാൻ പറ്റത്തില്ല. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പുതിയൊരു വീഡിയോ ഇടണം.